A very good morning, my dear students, and we are going to our next class. And you have seen the first class, and I have an introduction of your syllabus, and we have already started with the corporate governance. Okay, and you have studied what is corporate and what is the importance of corporate and what is the meaning of corporates, characteristics of company. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു തീർന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് അല്ലേ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ആദ്യത്തെ ടേമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി രണ്ടാമത്തെ ടേമിലേക്ക് നമുക്ക് പോകാം. ദറ്റ് ഈസ് ഗവേണൻസ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഗവേണൻസ്? എന്താണ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Governance means governing or regulating a person or an institution or an event. Anything may be governance. അല്ലേ, നമ്മളൊരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ ഏതെങ്കിലും ഒരു ഇവൻറ്റിനെയോ നല്ല രീതിയിൽ ചിട്ടയോടും അടുക്കോടും കൂടി നമ്മളതിനെ മാനേജ് ചെയ്യുമ്പോൾ, നമ്മളതിനെ ഗവേൺ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ഗവേണൻസ്. So here we are going to discuss about corporate governance. Okay, corporate governance, how the corporate should be governed. എങ്ങനെയാണ് കോർപ്പറേറ്റ്സിനെ ഗവേൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോർപ്പറേറ്റ്സിനെ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലിയർലി റിലേറ്റഡ് ടു വേരിയസ് എത്തിക്കൽ പ്രാക്ടീസസ് എക്സിസ്റ്റിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നിലകൊള്ളുന്ന ഒരുപാട് എത്തിക്കൽ കോൺസെപ്റ്റുകളോട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് നമ്മളൊരു സബ്ജക്റ്റിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വളരെ ബ്രോഡായിട്ടുള്ള സിലബസുകളാണ് രണ്ടിൻ്റെയും. അത് കോർപ്പറേറ്റ് ഗവേണൻസ് ആയാലും ബിസിനസ് എത്തിക്സ് ആയാലും രണ്ട് രീതിയിലുള്ള ബ്രോഡറായിട്ടുള്ള സിലബസുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന സംഭവമാണ്. അതേസമയം ഇവിടെ നിങ്ങൾക്ക് Mcom സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിന് രണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സിലബസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പഠിക്കാൻ. അപ്പം നമ്മൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായി. ഇനി നമുക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വിശദമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറുതെന്ന് ഞാൻ പറയില്ല, കാരണം ഇച്ചിരി വലിയൊരു ഡെഫിനിഷനാണ്, അതുകൊണ്ടാണ് ചെറുതെന്ന് പറയാത്തത്. അതേസമയം ആ ഡെഫിനിഷൻ്റെ തന്നെ ഫസ്റ്റ് സെൻറ്റൻസിനാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ആ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ അതിൻ്റെ ഫുൾ മീനിങ് ഉൾക്കൊള്ളാൻ പാകത്തിനാണ് ആ ഡെഫിനിഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ആൻഡ് വി ക്യാൻ ഗോ ടു ദാറ്റ് ഡെഫിനിഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ആൻഡ് ദിസ് ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ എൻ ഓർഗനൈസേഷൻ ആൻഡ് ദ നെയിം ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് Organization for Economic Cooperation and Development. Organization for Economic Cooperation and Development എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഇവിടെ നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എന്ത് തന്നിരിക്കുന്നത്, ആ ഒരു ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുള്ളത്. ആ ഡെഫിനിഷനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. Corporate governance is the system by which business corporations are directed and controlled. Corporate governance എന്ന് പറയുന്നത് it's a system by which the business organizations are governed and controlled. ബിസിനസ് ഓർഗനൈസേഷനെ ഗവേൺ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണെന്ത്, കോർപ്പറേറ്റ് ഗവേണൻസ്. ഇനി അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അതിൻ്റെ ബാലൻസ് ഇതിൽ നമുക്കറിയാം. ദ കോർപ്പറേറ്റ് ഗവേണൻസ് സ്ട്രക്ചർ സ്പെസിഫൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് rights and responsibilities among different participants in the corporation, not cooperation, in the corporation. കോർപ്പറേഷൻ്റെ ഉള്ളിലുള്ള ഡിഫറെൻറ്റ് പാർട്ടിസിപ്പൻസ്. ആരാണ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്? അവിടെയുള്ള ആൾക്കാർ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓർഗനൈസേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ത്? പാർട്ടിസിപ്പൻസ്. ആ പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ പാർട്ടിസിപ്പൻസ്, ദ കോർപ്പറേറ്റ് സ്ട്രക്ചർ സ്പെസിഫൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്.
എങ്ങനെയാണ് റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് റൈറ്റ്സിനെയും റെസ്പോൺസിബിലിറ്റീസിനെയും ഡിഫറെൻറ്റ് പാർട്ടിസിപ്പൻസിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവർ തമ്മിലുള്ള കോർഡിനേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ആൻഡ് സച്ച് ആസ് the board, managers, shareholders and other stakeholders. അവരൊന്നും കൂടി ആ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് എന്നുള്ളത് ഒന്നും കൂടി നമ്മൾ വിശദമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ആരൊക്കെയാ? ബോർഡുണ്ട്. ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാന്നറിയാം? ആരാ ബോർഡ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് ബോർഡ്. ബോർഡായിരിക്കാം, മാനേജേഴ്സ് ആയിരിക്കാം, ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് എവറി പേഴ്സൺസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അത് ആരുമായിരിക്കാം. അപ്പോൾ ഈ പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ആ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്പെൽസ് ഔട്ട്സ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ മേക്കിംഗ് ഡിസിഷൻസ് ഓൺ കോർപ്പറേറ്റ് അഫയേഴ്സ്. ഡിസിഷൻസ് എടുക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങൾ, ആ ഫോർമൽ സെറ്റപ്പ് എങ്ങനെയാണ്, ഓരോ ഡിസിഷൻസും എങ്ങനെയാണ് എടുക്കപ്പെടുന്നത്, അത് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഈ കോർപ്പറേറ്റ് ഗവേണൻസിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. And by doing this, it also provides the structure through which the company objectives are set and the means of attaining those objectives and monitoring the performance. By doing so and by doing this, അതായത് ഈ റെസ്പോൺസിബിലിറ്റീസും റൈറ്റ്സ് ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നതും അതിൽ സെറ്റിംഗ് ഔട്ട് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ വർക്കുകളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ മോണിറ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? It also provides a structure through which the company objectives are set and the means of attaining these objectives and monitoring the performance. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യാനും ആ ഒബ്ജക്റ്റീവ്സ് വളരെ എഫിഷ്യൻ്റായിട്ട് അച്ചീവ് ചെയ്യാനും ഉള്ള ഒരു വേദിയാണ് എന്ത് ചെയ്ത് വരുന്നത്, തുറന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഡെഫിനിഷനായിട്ട്. പക്ഷേ ഏറ്റവും ചെറിയൊരു ഡെഫിനിഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ഡെഫിനിഷൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ദിസ് ഡെഫിനിഷൻ ഈസ് ഇനഫ്. ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ദ സിസ്റ്റം ബൈ വിച്ച് ബിസിനസ് കോർപ്പറേഷൻസ് ആർ ഡയറക്ടഡ് ആൻഡ് കൺട്രോൾഡ്. ഓക്കെ, ബിസിനസ് ഓർഗനൈസേഷന് ഡയറക്റ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമായ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ സിമ്പിൾ ഡെഫിനിഷനായിട്ട് നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വേണമെങ്കിൽ എഴുതാം. അതേസമയം അതിൻ്റെ കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ കൂടുതൽ എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ടൊക്കെ ആയിട്ട് നമുക്ക് ഡെഫിനിഷൻ എഴുതേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ലോങ്ങർ ആയിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യാം. അതിൻ്റെ മെയിൻ പോയിൻറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതിയാവും. അതിൻ്റെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. പാർട്ടിസിപ്പൻസ് എന്താണ് അവർ ചെയ്യുന്ന റോൾസും റെസ്പോൺസിബിലിറ്റീസും അലോക്കേഷനാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിൽ സെറ്റിംഗ് ഔട്ട് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിലൂടെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനും ആ ഒബ്ജക്റ്റീവ്സിനെ നേടിയെടുക്കാനും അത് കുറച്ചും കൂടി നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാനൊക്കെയുള്ളൊരു കഴിവ് നമുക്ക് കൈവരുന്നു എന്നുള്ളതാണ്. ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുതന്നെയായാലും അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതെന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. പിന്നീട് നിങ്ങൾക്കത് എന്തുതന്നെയായാലും ഉപകാരം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. And next we can see the important features of corporate governance. Corporate governance-ന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസിലൂടെ? നമുക്കറിയാം ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റ് സിസ്റ്റമാണ്. ഒരു ഗവേണൻസ് സിസ്റ്റം, നമ്മുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. മാത്രമല്ല, certain types of corporate governance rules and regulations are mandatory in certain type of companies. ചില കമ്പനീസുകളിൽ ഈ കോർപ്പറേറ്റ് ഗവേണൻസിനോട് അനുബന്ധിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാൻഡേറ്ററി ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല കമ്പനീസും ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സിസ്റ്റമായിട്ട് എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി
വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷനിങ്സും ആക്ടിവിറ്റീസും ചെയ്യാനും അതിലൂടെ കുറച്ചും കൂടി മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഓർഗനൈസേഷണൽ പെർഫോമൻസ് അറ്റൈൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് നമ്മൾ പറയുന്നത്. കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ, കുറച്ചും കൂടി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, കുറച്ചും കൂടി എംപ്ലോയീസിൻ്റെ വെൽഫെയർ ഉറപ്പുവരുത്തുന്ന രീതിയിൽ, എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്ന രീതിയിൽ, കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം, കുറച്ചും കൂടി സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ എന്തിലൂടെ, മാത്രമല്ല ഒരു റെസ്പോൺസിബിൾ ഫീലിംഗ്, അക്കൗണ്ടബിലിറ്റി ഫീലിംഗ് ഒക്കെ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും, കോപ്പറേഷൻ, കോർഡിനേഷൻ, ഇതിനൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ്, കോർപ്പറേറ്റ്സിന്, കമ്പനികൾക്ക് സൊസൈറ്റിയോടുള്ള ഒരു പ്രബുദ്ധത, അതിനോടുള്ളൊരു റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള കോൺസെപ്റ്റുകളാണ് ഇവിടെ ഈ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് 1 by 1 ആയിട്ട് ഏതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. ആൻഡ് വാട്ട് യു മീൻ ബൈ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്? Systematic means it should be first of all the system of corporate governance should be implemented at the initial stage of the company itself. ഒരിക്കലും അത് കുറേ കമ്പനി തുടങ്ങി കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം അല്ല കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. തുടക്കം മുതലേ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഉണ്ടാക്കിയെടുത്താൽ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ it should be monitored very well. അതിൻ്റെ പെർഫോമൻസിനെ അല്ലെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം എവിടെ ഉണ്ടായിരിക്കണം? ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. വ്യക്തമായിട്ടുള്ള റൂൾസ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം അതിൻ്റെ പിന്നിൽ കാഴ്ചവെച്ചാൽ തന്നെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ഒരു വൻ വിജയമാക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോസ്, procedures, practices, rules, etc. And all these laws are made to increase the wealth of shareholders and to protect the rights of the stakeholders of the company. So in that sense, it's a systematic process. It has certain laws and procedures, and all these laws and procedures, and they have only one aim and one goal and one target, that is to ensure the satisfaction of all our stakeholders, including the shareholders. So that's the first important characteristic, that is systematic. And second one is corporate governance has universal application. What do you mean by universal application? Universal application means this is an important system and this is an important concept, its laws, its principles and theories related to corporate governance and ethical practices related to corporate governance can be implemented in any type of organization, any type of companies all over the world with some sort of modifications. So that is universal application. ലോകത്തെമ്പാടുമുള്ള കമ്പനികളിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ കോർപ്പറേറ്റ് ഗവേണൻസിനോടനുബന്ധിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ആ ഒരു സെൻസിലാണത് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ഉള്ളതാണ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ കമ്പനീസ് മസ്റ്റ് യൂസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ എ വോളണ്ടറി മാനർ. ആവുന്നതും എല്ലാ കമ്പനീസും അതൊരു വോളണ്ടറി മാനറിൽ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിന് എഫക്റ്റ് കൂടുതലായിരിക്കും അല്ലേ. ഒരു മാൻഡേറ്ററി ആയിട്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ വോളണ്ടറി ആയിട്ടത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പനീസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2013 കമ്പനീസ് ആക്റ്റാണ്. ആ കമ്പനീസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, മാൻഡേറ്ററി ആയിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നിയമത്തിൻ്റെ ആ ഒരു പിൻബലമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം വോളണ്ടറി ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചും കൂടി എന്താവുക, എഫക്റ്റീവ് ആവുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്
Third important characteristic of corporate governance is management. Management. What do you mean by management? You know what is management. But here in this corporate governance, what is the importance of management? Management means corporate governance fruitful ആക്കണമെങ്കിൽ there should be an effective and efficient system of management inside the corporates or inside the companies. കമ്പനികൾക്കുള്ളിൽ വളരെ വ്യക്തമായിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഷുഡ് ബി മാനേജ്ഡ് വെരി വെൽ. The implementation of corporate governance, the monitoring of corporate governance, the performance analysis of corporate governance, ഇതൊക്കെ ശരിയായിട്ട് മാനേജ് ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള കപ്പാസിറ്റിയുള്ള മാനേജ്മെൻറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒരിക്കലും എന്ത് സക്സസ്ഫുൾ ആവില്ല, ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ദ കമ്പനി ഈസ് മാനേജ്ഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് stakeholders. Managers or management should ensure that all are doing and all the functions are doing or performing in an organization or in the company for the ultimate welfare of the stakeholders. And the next one is power and influence. The fourth important feature of corporate governance is power and influence. And പവറും ഇൻഫ്ലുവൻസും പാടുണ്ട് അല്ലെങ്കിൽ പവറും ഇൻഫ്ലുവൻസും വേണം എന്നുള്ളതായിരിക്കുമോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. പവറും ഇൻഫ്ലുവൻസോട് ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് ഇതിൻ്റെ ഫീച്ചറായിട്ട് വരുന്നത്. എന്താണ് ആ നെഗറ്റീവ്? അതായത് കോർപ്പറേറ്റ് ഗവേണൻസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എ സിംഗിൾ മാനേജേഴ്സ് ഓർ ബൈ എ സിംഗിൾ ഡയറക്ടേഴ്സ് വിഷസ്. ഒരിക്കലും അയാളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അയാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് കോർപ്പറേറ്റ്സിലെ കമ്പനികളിലെ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടാനോ കാര്യങ്ങൾ മോശമായിട്ട് നടത്താനോ അവിടെ ഡീഫ്രോഡിങ് എന്നുള്ള പരിപാടി നടത്താനോ ഒന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പവർ ഇൻഫ്ലുവൻസ് ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഒരിക്കലും ഒരാളുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാനായിട്ട് പാടില്ല. ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് എനി സിംഗിൾ ഇൻഡിവിജ്വൽ ഫ്രം ഹാവിങ് ടു മച്ച് പവർ ഇൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ഒരു വ്യക്തിക്ക് മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രമുള്ള ഒരു ഡോമിനേറ്റിംഗ് പവർ ഇല്ലാതെ സൂക്ഷിക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കും? കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പവർ ആൻഡ് ഇൻഫ്ലുവൻസ് എന്നുള്ള ഫീച്ചറിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറയാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ട്രാൻസ്പെറൻസി. ആൻഡ് വാട്ട് യു മീൻ ബൈ ട്രാൻസ്പെറൻസി? ട്രാൻസ്പെറൻസി എന്നുള്ള വാക്കിൻ്റെ മലയാളം അർത്ഥം എന്താണ്? സുതാര്യത, സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ. സുതാര്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്കുള്ളിൽ നടത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും it should be public information, and it should be published to the persons to the most wanted persons or to those persons who are benefited by those information. So അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെ, ഒരു ഓർഗനൈസേഷനിലെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, അത് ആരെയാണോ നമ്മളത് അറിയിക്കേണ്ടത്? പ്രത്യേകിച്ചും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കമ്പനികളിൽ നമ്മൾ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കുകയും അതിലേക്ക് എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുകയും അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആ കൊല്ലം തയ്യാറാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവരുടെ ഒരു അപ്രൂവലിന് വേണ്ടി അവരുടെ മുമ്പാകെ നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി ഇറ്റ് വിൽ ബി എൻ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. മിക്കവാറും നല്ല, അതാണ് അതിൻ്റെ നിയമം. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ ആർക്ക് മുമ്പാകെ കൊടുക്കേണ്ടത്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് മുമ്പാകെ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, മാക്സിമം ഇൻഫർമേഷൻ നമ്മൾ ആർക്ക് കൊടുക്കുക എന്നുള്ളതാണ്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ. അപ്പോൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ആൾക്കാരിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്, അതാണ് ഈ സുതാര്യത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അവിടെ സീക്രട്ടായിട്ടുള്ള പ്രോഫിറ്റുകളോ സീക്രട്ടായിട്ടുള്ള ഫങ്ഷൻ ഉണ്ടാവണം,
ബേസിക് ആയിട്ടുള്ള വളരെ സീക്രട്ടായിട്ട് വെക്കേണ്ട ഇൻഫർമേഷൻസ് സീക്രട്ടായിട്ട് തന്നെ വെക്കണം. അതൊരു ടോപ്പ് സീക്രട്ട് ആയിരിക്കണം. അതേസമയം നമ്മൾ ലീക്ക് ചെയ്യേണ്ട ഇൻഫർമേഷൻ, കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് എന്ത് തന്നെ ചെയ്യണം, കൊടുക്കുക തന്നെ വേണം. സോ ദാറ്റ് ഈസ് ട്രാൻസ്പെറൻസി. ആൻഡ് all the information must be communicated, especially financial and operational data, to the shareholders, and they should not conceal any important information to maintain any secrecy. ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മറച്ചു പിടിക്കരുത്, സീക്രട്ടായിട്ട് വെക്കരുത്. അതെന്തിനു തുല്യമാണ്? നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിക്കുന്നതിന്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഡീഫ്രോഡ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് നമുക്കതിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, കാണാനായിട്ട് സാധിക്കുക. സോ ദാറ്റ് ഈസ് ട്രാൻസ്പെറൻസി. നെക്സ്റ്റ് വൺ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്. പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് സോ മെനി റൈറ്റ്സ്. പഠിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ റൈറ്റുകളുണ്ട്? ഒരു ഷെയർ ഹോൾഡേഴ്സിനെ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഷീ ഓർ ഹി ആസ് എ വോട്ടിംഗ് റൈറ്റ്. വോട്ടിംഗ് റൈറ്റ് ഉണ്ട് അയാൾക്ക്, അല്ലേ? എന്ത് വോട്ടിംഗ് റൈറ്റ്? എന്തിലാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്? എവിടെയൊക്കെയാണോ കമ്പനികളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ അതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് അല്ലെങ്കിൽ ഒപ്പീനിയൻ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ അത് മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ആർക്ക് അവകാശമുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്പനികളുടെ ഇൻഫർമേഷൻസ് അറിയാനുള്ള അവകാശമുണ്ട്. കമ്പനികളുടെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കാനുള്ള അവകാശം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്, അല്ലേ? അത് ഫ്രീ ആയിട്ട് അത് പബ്ലിഷ് ചെയ്ത് കൊടുക്കാന്നുള്ളതല്ലാറ്റ് ഒരു ചെറിയൊരു ഫീസ്, നമ്മൾ നോമിനൽ ഫീ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എടുത്തു കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ. ആൻഡ് ദെയർ റൈറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്ററെ, ഷെയർ ഹോൾഡർ ഈസ് ഓൾസോ എൻ ഇൻവെസ്റ്റർ. ആ ഇൻവെസ്റ്റർക്ക് കിട്ടേണ്ട കറക്റ്റ് സമയത്ത് ഇൻഫർമേഷൻ കിട്ടുക, കറക്റ്റ് സമയത്ത് ഡിവിഡൻഡ് കിട്ടുക, കറക്റ്റ് സമയത്ത് ഇൻട്രസ്റ്റ് കിട്ടുക, കറക്റ്റായിട്ട് അത് ആ ഷെയറോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക, ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതൊക്കെ ആരുടെ റൈറ്റ് തന്നെയാണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ റൈറ്റുകളാണ്. ഈ റൈറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ആൻഡ് the board of directors must protect the rights of shareholders, and they must protect all the stakeholders, especially the minority stakeholders. Especially ഒരു ചെറിയൊരു വിഭാഗത്തിനെ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അതേത് വിഭാഗം? അത് മൈനോറിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ആരാണ് ഈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ ചെറിയൊരു പ്രൊപ്പോർഷൻ മാത്രമുള്ള shares are issued at different characters and with different proportion. പല തരത്തിലുള്ള ഷെയറുകളും സെക്യൂരിറ്റീസും ഒരു കമ്പനിന് ഇഷ്യൂ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇക്വിറ്റി ഷെയർ 1000 എണ്ണം, പ്രിഫറൻസ് ഷെയർ വീണ്ടും ഒരു 1000 എണ്ണം. അതേസമയം എന്താ പറയുക, പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ വെറും ഒരു 10 എണ്ണം. നമ്മൾ ആ ഒരു കാറ്റഗറി വെച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ 10 എണ്ണം. അപ്പോൾ ഈ 1000-നോട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് 10 എണ്ണത്തിന് കഴിയില്ല. പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാനായിട്ടൊരു മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ ഈ 10 പേരുടെ ശബ്ദത്തിന് അവിടെ വലിയ വിലയുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തരുത്, അവരെ ഒഴിവാക്കി കളയരുത്. their interest should also be protected. സോ അതിനുവേണ്ടി പല മാർഗങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്കൊരു പ്രൊപ്പോർഷൻ കൊടുത്തുകൊണ്ട് അവർക്കും ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നേരത്തെ. ബികോമിനൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സോ ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. എസ്പെഷ്യലി മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒരിക്കലും മറന്നു കളയാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് accountability. And what do you mean by accountability? എന്താണ് accountability എന്ന് പറയുന്ന സംഭവം? accountability എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതോറിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന വേറൊരു കോൺസെപ്റ്റാണ് accountability, അല്ലേ? റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്വം എന്നൊക്കെ നമ്മൾ പറയും. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ
നമ്മളെടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം, നമ്മളെടുക്കുന്ന ഒരു സെൻസ് ഓഫ് മൈൻഡ്, ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് വാട്ട് ഈസ് അക്കൗണ്ടബിലിറ്റി? ഒരു കാര്യം ചെയ്ത് അതിൻ്റെ കണക്കും കാര്യങ്ങളും നമ്മൾ പൊതുജനങ്ങളെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ അറിയിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇറ്റ്സ് അവർ അക്കൗണ്ടബിലിറ്റി. അതിന് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? നമ്മുടെ അക്കൗണ്ടബിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ ഈ ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിൽ? കോർപ്പറേറ്റ് ഗവേണൻസിൽ. എസ്പെഷ്യലി നമ്മുടെ CEO, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം CEO മീൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ should be responsible and should be accountable to prepare all types of financial statements and to give it to the stakeholdersന് അത് കൊടുക്കാനും ആര് തയ്യാറാവണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറാവണം എന്നുള്ളതാണ് കാര്യം. ആൻഡ് എയ്ത്ത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എത്തിക്സ്. ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള സങ്കല്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം തന്നെ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യം. രണ്ടും വളരെ റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ സിലബസിൽ അതിനെന്ത് ചെയ്തിട്ടുള്ളത്? ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ ഒരു കമ്പനി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, നല്ല രീതിയിൽ പോകണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ആർക്കുണ്ടാവുക? കുറച്ചെങ്കിലും എത്തിക്സ് ഉള്ളവർക്ക് ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതെങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്നുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു എത്തിക്സും ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില സ്റ്റാൻഡേർഡ് പെർഫോമൻസുകൾ അത് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസിനെ സഹായിക്കും. എത്തിക്സ് തീരെ ഇല്ലാത്ത ഓർഗനൈസേഷനുകളിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതിന് സംശയമില്ല. എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന, അത് കുറച്ചെങ്കിലും പാലിക്കുന്ന കമ്പനികളിൽ മാത്രമേ കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സോ ദിസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ബേസ്ഡ് ഓൺ the theory and the principle of business ethics. So these are the important features of corporate governance. They are എന്തൊക്കെ നമ്മൾ കണ്ട? സിസ്റ്റമാറ്റിക് ആയിരിക്കണം, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ. പവർ ആൻഡ് ഇൻഫ്ലുവൻസിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതോടൊപ്പം തന്നെ ദിസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ എത്തിക്സ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് കോർപ്പറേറ്റ് ഗവേണൻസ് വി ക്യാൻ ഗോ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ്? നമുക്കറിയാം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എൻ്റെ ഒരു ഇവല്യൂഷനും അതിൻ്റെ ഒരു ഹിസ്റ്ററിയും എങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അത് പഠിക്കുന്നതിന് മുൻപ് അതിൻ്റെ ചെറിയൊരു ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളൊരു സിസ്റ്റം എമേർജ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഫ്രോഡുകൾ, ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ, ഇഷ്ടം പോലെ പ്രോബ്ലംസ് കമ്പനികളിൽ ഉടലെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കോർപ്പറേറ്റ് ഗവേണൻസ് വേണം എന്നുള്ള ചിന്താഗതി ലോകത്തെമ്പാടുമുള്ള ഗവൺമെൻറ്റുകൾക്ക്, പ്രത്യേകിച്ചും ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2006 അല്ലെങ്കിൽ 2006-2008 കാലഘട്ടങ്ങളിലോട് കൂടിയിട്ടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു ഇത് വളരെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഒറിജിനായിട്ട് നമുക്ക് കണക്കാക്കാമെങ്കിലും വളരെ മുമ്പ് തന്നെ ഇത് പ്രിവലൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എങ്കിലും അത് നമുക്ക് ഇവല്യൂഷൻ പറയുമ്പോൾ നമുക്കത് പഠിക്കാം. എങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം, ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഞാൻ പറഞ്ഞു നേരത്തെ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവന്നു. 2013 കമ്പനീസ് ആക്റ്റിൽ ചില നിബന്ധനകൾ, മാൻഡേറ്ററി പ്രൊവിഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനും കൂടി എന്താ പറയുക, സോൾവ് ചെയ്യാൻ പറ്റാത്തത്ര കേസുകൾ, കമ്പനികളോട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ കുമിഞ്ഞു കൂടിയപ്പോഴാണ്
ഈ ഒരു സംഭവത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഇതിനെയൊക്കെ നന്നായിട്ട് നമുക്കൊന്നും കൂടി മാനേജ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വന്നതും അതിലൂടെയാണ് ഈ കമ്പനീസ് ആക്ടിൽ ഇത്രയേറെ അമെൻമെൻറ്റുകൾ വരുത്തിയതും അതിലൂടെ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനീസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തതും മാറിയതും. അതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയൊരു ബ്രീഫ് ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തത് തന്നത്. ഇത് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പം എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ മുമ്പിൽ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഓർമ്മ വരേണ്ടത്. അതായത് കുറച്ചും കൂടെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. ഒരുപാട് കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഓർഗനൈസേഷൻസ്, കമ്പനീസ് നിലവിലുണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് മാറ്റിമറിക്കുക, അതിൻ്റെ സെറ്റപ്പ്, അതിൻ്റെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് മറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഡയറക്ടേഴ്സ് തോന്നിയ രീതിയിൽ പ്രവർത്തിക്കുന്നു, ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഡിവിഡൻഡ് കറക്റ്റായിട്ടുള്ള സമയത്ത് കിട്ടും, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് നിലവിലുണ്ടായിരുന്നു. ആ കംപ്ലൈൻറ്റ്സിനൊക്കെയുള്ളൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയായിരുന്നു എന്തിൻ്റെ ലക്ഷ്യം, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് we can see it one by one, and here in your textbook there are 5 important objectives of corporate governance. Corporate governance ന്റെ 5 ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. And the first one is transparency and full disclosure. That is the first important aim and the first important objective of കോർപ്പറേറ്റ് ഗവേണൻസ്. ആൻഡ് ട്രാൻസ്പെറൻസി എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ട്രാൻസ്പെറൻസി അല്ലേ. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇൻഫർമേഷൻസും അത് അറിയിക്കേണ്ടവരെ വേണ്ട സമയത്ത് അറിയിക്കുക, അതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഏത് ഡിവൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് അത് അറിയിക്കണമെങ്കിൽ അറിയിക്കാം, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പിക്ടോഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിലായിരിക്കാം നമ്മളത് അറിയിക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ജേർണൽ, ഒരു ട്രേഡ് ജേർണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാഗസീൻ, അതിലൂടെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാരുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആ മീറ്റിങ്ങിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഏത് രീതി നമ്മൾ സ്വീകരിച്ചാലും കുഴപ്പമില്ല, ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ആ ട്രാൻസ്പെറൻസി ഉണ്ടാകുമ്പോഴാണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരാനായിട്ട് സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, if a manager has close connection with suppliers or has a vested interest in a contract, it must be disclosed. Transparency involves disclosure of all forms of conflict of interest. ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ആരായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു സപ്ലയറായിട്ട് കോൺട്രാക്റ്റിൽ. സോ ദാറ്റ് ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം സപ്ലയറുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് അയാൾ പോവുകയാണ്. അതേസമയം ആ സപ്ലയർ എന്ന് പറയുന്നത് ആ ഡയറക്ടറുടെ ഒരു റിലേറ്റീവ് ആണെങ്കിൽ, ഡയറക്ടർ റിലേറ്റീവ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ അസ്യൂം ചെയ്യുക. റിലേറ്റീവ് ആണെങ്കിൽ അത് എൻ്റെ സപ്ലയർ ഈസ് മൈ റിലേറ്റീവ് എന്നുള്ള കാര്യം ഇറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. അത് ഡിസ്ക്ലോസ് ചെയ്യപ്പെടണം. ഒരിക്കലും അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാതെ അത് സീക്രട്ടായിട്ട് വെച്ച് നമ്മൾ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റർ ചെയ്യാൻ പാടില്ല. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ആരെങ്കിലും അറിയുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിനെ ചോദ്യം ചെയ്യുകയും അതിലൂടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. ചിലപ്പോൾ അങ്ങനൊരു മിസ് യൂട്ടിലൈസേഷൻ അവിടെ നടന്നിട്ടുണ്ടാവില്ല, ആ ഒരു റിലേഷൻഷിപ്പ് മാത്രം അവിടെ ഉണ്ടാവുള്ളൂ, വേറൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആൾക്കാരെ അറിയിക്കുക തന്നെയായിരിക്കും നല്ലത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൻ്റെ മീറ്റിങ്ങിലോ ആ ക്ലിയർ റിലേഷൻഷിപ്പ് നമ്മൾ വ്യക്തമാക്കിയിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഒരുപാട് ഇഷ്യൂസിന് കാരണമാകാം എന്നുള്ളതാണ് അവിടെ പറയുന്ന കാര്യം. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്, ദാറ്റ് ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി
ഇവിടെ പല സെക്ഷനായിട്ടാണ് അക്കൗണ്ടബിലിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അതായത് അക്കൗണ്ടബിലിറ്റി ഓഫ് കമ്പനി ടുവേർഡ്സ് ദി മാനേജേഴ്സ് ഓർ ടുവേർഡ്സ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടുവേർഡ്സ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇങ്ങനെ 2-3 തലങ്ങളിലുള്ള അക്കൗണ്ടബിലിറ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി. ആൻഡ് വാട്ട് യു മീൻ ബൈ അക്കൗണ്ടബിലിറ്റി? അതായത് വിത്ത് അക്കൗണ്ട്സ് യു ഷുഡ് പ്രൂവ് യുവർ പെർഫോമൻസ്. അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ കമ്പനി ഷുഡ് ബി റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ടു ദ ഡയറക്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഡയറക്ടേഴ്സിനോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. അക്കൗണ്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ വളരെയധികം ട്രസ്റ്റ് വർത്തി ആയിട്ട് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതങ്ങനെ ചെയ്യണമെന്നാണ് നിയമം, അല്ലേ? അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ്സ് എ അക്കൗണ്ടബിലിറ്റി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അക്കൗണ്ടബിലിറ്റിയാണ്, കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണത്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ഷുഡ് ഫങ്ഷൻ, ദേ ഷുഡ് പെർഫോം ഓൾ ദ ആക്ടിവിറ്റീസ് ടു ദ അൾട്ടിമേറ്റ് വെൽഫെയർ ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദേ ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദം. എങ്ങനെയാണ് അക്കൗണ്ടബിൾ ആവുക? ത്രൂ വേരിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ത്രൂ പബ്ലിഷിംഗ് വേരിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവരെ അത് അക്കൗണ്ടബിൾ ആക്കാനായിട്ട് എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ആൻഡ് the compensation of the chief executive officer has to be approved by the company directors to ensure that the compensation structure is fair. കോമ്പൻസേഷൻ സ്ട്രക്ചർ, അതായത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ടല്ല അവർ ആക്ട് ചെയ്യുന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും മെയിൻ പൊസിഷനുകളിൽ ഇരിക്കുന്ന ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എത്രയാണ്, എങ്ങനെയാണ് എന്നുള്ളത് അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൊണ്ട്, ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് അവരറിയിക്കണം. ഇന്ന രീതിയിൽ അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് അറിയിച്ചതിന് ശേഷം അവരുടെയും കൂടി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടബിലിറ്റി ഒന്നും കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോർപ്പറേറ്റ് ഗവേണൻസിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ സേവനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആരാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും യാതൊരു ഔട്ടർ ഇൻഫ്ലുവൻസുകളുടെയും സഹായമില്ലാതെ എക്സ്പേർട്ട് അഡ്വൈസുകൾ എടുക്കാനും എക്സ്പേർട്ട് ഡിസിഷൻസ് എടുക്കാനും അതിന് കഴിയുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. നമുക്കറിയാം ഏകദേശം ഈ 2013 കമ്പനീസ് ആക്റ്റിൽ പറയുന്നുണ്ട് 1/3 ഭാഗം കമ്പനികളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 ഡയറക്ടേഴ്സ് ആരായിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ അവരുടെയും കൂടി സഹായത്തോടുകൂടി കുറച്ചും കൂടി ഒരു അക്കൗണ്ടബിലിറ്റി കമ്പനികളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ സേവനം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് അക്കൗണ്ടബിലിറ്റി. ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ്? നേരത്തെ നമ്മൾ കണ്ടു മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ഷുഡ് ഓൾസോ ബി പ്രൊട്ടക്റ്റഡ് എന്ന് നമ്മൾ കണ്ടു. അത് എന്തിനെ കാണിക്കുന്നതാണ്? അതായത് ഓൾ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷുഡ് ബി ഇക്വിറ്റബിളി ട്രീറ്റഡ്, അല്ലേ? അതായത് നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് ഹെൻറി ഫയോളിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇക്വിറ്റി. അവിടെ നമ്മളത് പഠിച്ചത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് പഠിച്ചതാണ്. അതായത് ഓൾ എംപ്ലോയീസ് ഷുഡ് ബി ഈക്വലി ട്രീറ്റഡ്, അല്ലേ? എല്ലാ എംപ്ലോയീസിനെയും ഈക്വലി ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ ഒരാളോടും ഒരു വിവേചനം കാണിക്കാനായിട്ട് തന്നെയാണ് ഇവിടെയും അതായത് കോർപ്പറേറ്റ്സിലും ഉള്ള ആ ഒരു ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും അത് തന്നെയാണ് അർത്ഥാക്കുന്നത്. അതായത് പ്രത്യേകിച്ചും നമ്മുടെ എംപ്ലോയീസിനോടും നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരാളോടും വൺ ഈസ് ഫോർത്ത് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് ഈസ് സെൽഫ് ഇവാലുവേഷൻ. ദാറ്റ്സ് വൺ ഓഫ് ദി അനദർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് is a way opening to self-evaluation and that by which the corporates can evaluate themselves whether there are any defaults from their part.
അല്ലേ, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കൂടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. നമുക്കുണ്ടാവുന്ന ഡിഫക്റ്റുകളെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാനും അതിലൂടെ അതിനെ തരണം ചെയ്ത് പോവാനുമുള്ളൊരു അവസരം നമുക്ക് എന്തിലൂടെ ഉണ്ടാക്കപ്പെടുകയാണ്, സെൽഫ് ഇവാലുവേഷനിലൂടെ നമുക്ക്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിലൂടെ ലഭ്യമാകുന്ന ആ ഒരു സെൽഫ് ഇവാലുവേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് അലൗസ് ഫേംസ് ടു ഇവാലുവേറ്റ് ദെയർ ബിഹേവിയർ ബിഫോർ ദേ ആർ സ്ക്രൂട്ടിനൈസ്ഡ് ബൈ റെഗുലേറ്ററി ബോഡീസ്. അല്ലേ, റെഗുലേറ്ററി ബോഡീസ് അവരെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് മുമ്പ് സ്വയമായിട്ടുള്ളൊരു വിലയിരുത്തൽ നടത്താനായിട്ട് സാധിക്കും എന്തിലൂടെ, കോർപ്പറേറ്റ് ഗവേണൻസിലൂടെ. ആൻ ആക്റ്റീവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ക്യാൻ successfully point out the loopholes in the company operations and help to. And the next important objective is increasing the shareholders' wealth. Increasing the shareholders' wealth. When the shareholders' wealth will be increased? ഇതാണ് നമ്മുടെ ചോദ്യം. എപ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ഷെയറിൻ്റെ പ്രൈസ് കൂടുമ്പോഴാണ്, അല്ലേ, നമുക്കറിയാം. സോ ആ ഒരു പ്രോഫിറ്റബിലിറ്റി, ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് കമ്പനികൾക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. then only the long term interest of the shareholders will be protected. അതാണ് ലോങ് ടേം. ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് ലോങ് ടേം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആരുടെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഏർണിങ്സും ആർക്കുണ്ടായിരിക്കണം, ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിരിക്കണം. സോ that is increasing the shareholders wealth. So this shows that good corporate governance is perceived by the market as an incentive for shareholders to invest in the company. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഇൻസെൻറ്റീവാണ്. എന്തിനുള്ള ഇൻസെൻറ്റീവാണ്? വീണ്ടും വീണ്ടും അതേ കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സോ ദീസ് ആർ ദ 5 important objectives of corporate governance. First one is transparency and full disclosure. Second one is accountability. Third one is equitable treatment of shareholders. Fourth one is a self evaluation. Fifth one is increasing shareholders wealth. So in this class and today's class we have studied what is governance, what is corporate governance, the features of corporate governance as well as the objectives of corporate governance. So we will conclude this class. Study well and we can meet in the next class.